എന്റെ ഈശ്വരന്മാരെ, ഞാൻ ഈ കാലനോടൊക്കെ അപ്പഴേ പറഞ്ഞതാ ഈ കൊടുങ്കാട്ടി കോട്ട കാണാൻ വരണ്ടെന്ന്. വല്ല ഊട്ടിലോ തേക്കടിലോ പോയാൽ മതിയായിരുന്നു. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല. വാ. അതല്ല, വാമേ. ഓ, ഒന്നും മിണ്ടാതെ വാടാ. എടാന്നോ? ഞാൻ എടനല്ല, എടിയാ, എടി. നീ ലോക തോൽവിയാ. നമ്മളെ വെറുതെ കാട് കാണാൻ വന്നതല്ല. ഈ യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യം. വഴി ചോദിക്കാൻ പോലും ആരും കാണുന്നില്ലല്ലോ. ഈ മൂന്നും കൂടിയ ചെമ്മൺ പാതയില് ഏത് വഴിയാ നമ്മൾ പോകും? ആ ദേടാ, ഒരു വല്യപ്പനല്ലേ വരുന്നത്? എവിടെ? ദേ നോക്ക്. അതെ. വല്യപ്പാ. ഓയ്. ഓ, അപ്പൊ ഈ കാട്ടി മനുഷ്യന്മാരും ഒക്കെ ഉണ്ട്. വല്യപ്പനെങ്കി വല്യപ്പൻ. തൊലച്ച് അമ്മാവാ. നമ്മ കൊച്ചിന്ന് പറഞ്ഞ പിള്ളേരാണേ. ഈ കാട്ടിലൊരു ഗോസ്റ്റ് വില്ല ഉണ്ടെന്നറിഞ്ഞ് ഇല്ല, ഈ ചെക്കൻ പറഞ്ഞാണ് വഴി അറിയാണ്ട് നിൽക്കുകയാണെന്ന്. ആകെ സീനായി നാരി കുണ്ടംപൊളി ആയിപ്പോയി. നമ്മുടെ ജിയോയ്ക്ക് പോലും റേഞ്ചില്ലെന്നേ. ഏതാടാ ജിയോ? നമ്മ സിമ്മിന്റെ കാര്യമാണ് പറഞ്ഞത്. ഒന്ന് പോടാപ്പനെ. അപ്പാ, നമ്മ ചോദിച്ച ഗോസ്റ്റ് വില്ലേക്കുള്ള വഴി ഏതാണ്? ഗോസ്റ്റ് വില്ലയിലേക്കോ? വേണ്ട, പോവണ്ട. നിങ്ങളെ ഒരു കാരണവശാലും ഞാൻ അവിടേക്ക് പറഞ്ഞയക്കില്ല. കാരണം പലപ്പോഴും പലർക്കും ഞാൻ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവരാരും ഇന്നേ വരെ തിരികെ എത്തിയ ചരിത്രമുണ്ടായിട്ടില്ല. അപകടങ്ങൾ പതിയിരിക്കുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഗോസ്റ്റ് വില്ല. രാത്രിയുടെ 7-ാം യാമത്തിൽ കോട്ടവാതിൽ താനേ തുറക്കും. കുറുനരികൾ ഓലിയിടും, വവ്വാലുകൾ ചിറകടിച്ച് പറന്നകലും. രക്തദാഹിയായ മഹാമാന്ത്രികന്റെ വാസസ്ഥലം ഗോസ്റ്റ് വില്ല. ഗോസ്റ്റ് വില്ല. എന്റെ പൊന്നും കൊടുത്ത് മുത്തപ്പോ, എനിക്ക് പേടിയായിട്ട് പാടില്ല. എന്റെ കയ്യും കാലും ഒക്കെ കൂട്ടിയിടിക്കുന്നടാ. നീയൊക്കെ എന്നെ ചോര കുടിപ്പിച്ച് കൊല്ലാൻ കൊണ്ടുവന്നാണോടെ ദുഷ്ടന്മാരെ? എന്റെ പൊന്നമ്മാവാ, ഇന്റർനെറ്റും ടച്ച് ഫോണുമുള്ള ഇലക്ട്രോണിക് യുഗത്തിലെ യക്ഷിയും ഭൂതവും പ്രേതവും മന്ത്രവാദവും ഒക്കെ ഈ ന്യൂ ജനറേഷൻ ഡാൻസ് ടീമിനോട് വേണ്ട. പറ്റുമെങ്കിൽ നമുക്ക് വഴി പറഞ്ഞാൽ മതി. ചെറുപ്പത്തിന്റെ ധിക്കാരം. വരുന്നതൊക്കെ നേരിടാൻ കഴിയട്ടെ. ഒരു വൻ ദുരന്തം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത്. ദേ ആ കാണുന്ന 3 വഴികളിൽ നടുക്കുള്ളതാണ് ഗോസ്റ്റ് വില്ലയിലേക്കുള്ള വഴി. ഇടുങ്ങിയ ചെമ്മൺ പാത, കാട്ടരുവികൾ, വന്യമൃഗങ്ങൾ, കുത്തനെയുള്ള കയറ്റങ്ങൾ. പ്രതിസന്ധികൾ അനവധിയാണ്. നിങ്ങൾക്കും ഈ വാഹനത്തിനും. പോയാട്ടെ. അങ്ങനെ മുമ്പ് ഗോസ്റ്റ് വില്ലെത്തി. എടാ മച്ചു, ഇതൊരു സംഭവം തന്നെയാണ് കേട്ടാ. അകത്തെന്തോ പണി കിടക്കുന്നു. വാതിലടഞ്ഞു കിടക്കുകയാണ്. അയ്യോ, സത്യത്തിൽ ഇപ്പോഴേ എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നേ. തല ചുറ്റുന്ന പോലെ. നീ അതും ഇതും പറഞ്ഞ് മനുഷ്യനെ വെറുതെ പേടിപ്പിക്കാതെ. നീ അവിടെ അങ്ങനെ മാറി കിടക്കില്ല. എന്തൊരു തണുപ്പാ ഇത്! എങ്ങനെ ഈ തണുപ്പത്ത് കിടക്കും? നിനക്ക് അത്രയ്ക്ക് തണുപ്പാണെങ്കിലേ അതെ, ഇതെടുത്ത് പുതപ്പിച്ചു തരാം. അങ്ങോട്ട് കിടന്നേ, കിടക്കടി അങ്ങോട്ട്. ഇതിന്റെ അറ്റത്തുനിന്ന് പിടിച്ചേ. എന്റെ ദൈവമേ, തേടാതെ ഇതിനകത്തും എഴുതി വെച്ചേക്കുന്ന ഗോസ്റ്റ് വില്ല എന്ന്. എനിക്ക് പേടി വരുന്നടാ. ഇതിനകത്ത് അങ്ങ് ഒന്നുമില്ല, നീ പോന്നു. ഉണ്ട്, എനിക്ക് കാണാം. മച്ചാൻ, ഇത് സീനായി മാറും കേട്ടോ. രാത്രിയുടെ 7-ാം യാമം അടുക്കാറായി. അപ്പൊ ഈ കഥ താനെ തുറക്കുന്നല്ലേ ആ പേട്ട് കിളവൻ പറഞ്ഞത്. അവള് മേപ്പോട്ട് പൊങ്ങി പോകുന്നടാ, നോക്കടാ. വാടാ, പിടിക്കടാ അവളെ, പിടിക്കാൻ. മച്ചു പോണ പോക്ക് കണ്ടോടാ. ആ കിളവൻ പറഞ്ഞ നേരാ.
ആ വാതിൽ താനെ തുറക്കുന്ന കണ്ടോടാ. കാണടാ, അവിടെ നിന്ന് ആരാണ്ട് എന്തോ ചെയ്യുന്നു. ചേട്ടാ ചേട്ടാ ചേട്ടോയ്, ആരാ നിങ്ങള്? നിങ്ങൾ തേടി വന്ന ആള് തന്നെ. വഴിയിൽ കണ്ട വൃദ്ധനും ആകാശത്ത് മറഞ്ഞ പെൺകുട്ടിയുമൊക്കെ എന്റെ മന്ത്രതന്ത്രങ്ങൾ തന്നെ. ഓ ഓ ഓ സമ്മതിച്ചു. ഞങ്ങളുടെ വരവിന്റെ ഉദ്ദേശം വരെ താങ്കൾ മനസ്സിലാക്കി. മഹാമാന്ത്രികൻ മനുമകമ്പല്ലേ? ഏത് മാവിന്റെ കൊമ്പ്? എനിക്കറിയാൻ പാടില്ലാത്ത ഇയാളെന്തിനാ ഈ കാട്ടി വന്ന് കിടക്കുന്നതെന്ന കഷ്ടം. തമാശക്കാരനാണ് താങ്കളെന്ന് എനിക്കറിയാം. പക്ഷേ അനാവശ്യ സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം, അത്രമാത്രം. പറഞ്ഞത് ശരിയാ. ഞാൻ മാന്ത്രിക കലയിൽ അവഹേളിക്കപ്പെട്ട ഒരു സാധാരണ മജീഷ്യന്. ഒരു കയ്യബദ്ധത്തിലൂടെ സ്വന്തം ഭാര്യയെ മാജിക്കിലൂടെ വേദനിപ്പിച്ച കലാകാരനാ. സോറി ഏട്ടാ, ഒരു പുതിയ പ്രോഗ്രാം സമിതി തുടങ്ങുന്നേ. ഡാൻസും മാജിക്കും മറ്റു നിരവധി ചേരുവകൾ ചേർത്തൊരു മെഗാ ഷോ. കേരളത്തിലെ എല്ലായിടത്തും നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിച്ചുള്ള താങ്കളെ പറ്റി അറിഞ്ഞു. കുറച്ചു കാലമായി താങ്കളെ പറ്റി ആർക്കും ഒരു വിവരമില്ല. ഏറെ അന്വേഷിച്ചു. ഒടുവില ഞങ്ങൾ ഇവിടെ എത്തിയതേ. അല്ല, എന്തിനാ ഈ കാട്ടിലൊറ്റയ്ക്ക്? അത് എന്റെ ജീവിതത്തിൽ നേരിട്ട ഒരു ദുരന്തം. കഴിഞ്ഞ വർഷം മന്ത്ര എന്ന അന്താരാഷ്ട്ര മാജിക്കൽ കൺവെൻഷനിൽ ലോകരാജ്യങ്ങളിലെ ആയിരക്കണക്കിന് മാന്ത്രികർ തിങ്ങി നിറഞ്ഞ സദസ്സിൽ എനിക്ക് മാജിക് അവതരിപ്പിക്കാൻ അവസരം കിട്ടി. വിദേശ രാജ്യങ്ങളിലെ മാന്ത്രികർ പോലും വേദിയിലെ എന്റെ പ്രകടനം വീക്ഷിച്ചിരിക്കുന്നു. ഒരു പരിശീലനം പോലുമില്ലാതെ എന്റെ ഭാര്യയുടെ തല മുറിച്ചു മാറ്റുന്ന പുതുമയാർന്ന മാജിക്കിൽ ഞാൻ മുഴുകി. വർണ്ണമാല്യം ചാർത്തി എന്റെ കൈകൾ കൊണ്ട് അവളുടെ ശിരസിൽ മൂർച്ചയേറിയ വാള് പതിച്ചു. ഒരു നിമിഷം മാജിക് എന്ന കലയുടെ രഹസ്യങ്ങൾ ഞാൻ തെറ്റിച്ചു. 100 മാജിക്കുകളിൽ ഒന്ന് പരാജയപ്പെട്ടാൽ ജനങ്ങൾ സമ്മതിക്കില്ല. അരങ്ങിൽ ഒരു കലാകാരന്റെ മനസ്സ് പതറി. അതൊരു വൻ ദുരന്തമായി മാറി. വേദന കൊണ്ട് പുളയുന്ന സമയത്ത് പോലും ഒരു നോട്ടത്തിലൂടെ ഭർത്താവിന്റെ വിജയത്തിനായി എന്നെ സ്വാന്തനിപ്പിച്ച് ഈ ലോകത്തു നിന്നും അവൾ യാത്രയായി. എന്റെ ജീവിതത്തിൽ കുടുംബത്തിനാണോ മാജിക്കിനാണോ ഞാൻ മുൻതൂക്കം നൽകിയത്? അറിയില്ല. കയ്യടി കിട്ടേണ്ട മാജിക്കിന് കൂക്കുവിളിയും വിമർശനങ്ങളും, കൊലപാതകി എന്ന നോട്ടവും, ഒരു ഏകാന്തവാസം. പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള എന്റെ യാത്രയിൽ ഈ ആളൊഴിഞ്ഞ ഗോസ്റ്റ് വില്ല എനിക്ക് ആവശ്യമാണ്, ആശ്വാസമാണ്. അതിനാൽ ഞാനിവിടെ കഴിയുന്നു. വലിയൊരു ജീവിതാനുഭവം തന്നെ. താങ്കളെല്ലാം പോസിറ്റീവായി കാണുന്നു. ഈ രൂപവും ഭാവവും മാറി ഞങ്ങളോടൊപ്പം കൂടാമോ? പല TV ഷോകളിലും പരിപാടികളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മൗനത്തിനു തീക്കാറ്റായി രൂപമാറ്റം, ദിക്കെട്ടും രണശംഖധ്വനി മുഴക്കം. ഇപ്പാരു മുടിച്ചവരൊന്നായി മുടിയും വരെയും, നൽചൊല്ലും കരുത്തുമായി നമ്മൾ മുന്നേറും.